നിങ്ങളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും പാർക്കിൻസൺസ് ഡിസീസ് അല്ലേ? ഒരു 60 വയസ്സിന് മുകളിലുള്ളവർക്ക്, 60 മുതൽ 70 വയസ്സ് വരെ ഈ ഒരു പ്രായപരിധിക്കിടയിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഒരു 5 മുതൽ 10% ആളുകൾക്ക് ഒരു 40 വയസ്സിന് മുകളിലായിട്ടും പാർക്കിൻസൺസ് കണ്ടുവരാറുണ്ട്. USA പോലെയുള്ള രാജ്യങ്ങളിൽ അൽഷിമേഴ്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് എന്ന് പറയുന്നത് പാർക്കിൻസൺസ് ഡിസീസ് തന്നെയാണ്. ഇന്ത്യയിലും ഒരുപാട് ആളുകൾക്ക് പാർക്കിൻസൺസ് കാണപ്പെടുന്നുണ്ട്. നമ്മുടെ മസ്തിഷ്കത്തിലെ ചലനത്തെ നിയന്ത്രിക്കുന്ന ന്യൂറോൺസിനുണ്ടാവുന്ന ഡീജനറേഷൻ അഥവാ അപചയം മൂലം കാലക്രമേണ നമ്മുടെ ചലനങ്ങളെല്ലാം തന്നെ മന്ദഗതിയിലാവുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ പാർക്കിൻസൺസ് എന്ന് പറയുന്നത്. ഈ പാർക്കിൻസൺസിനെ പറ്റി പറയാൻ നോക്കിയപ്പോഴാണ് ഞാനൊരു കൗതുകരമായ കാര്യം കണ്ടത്. അത് ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. ഇത് KV കൃഷ്ണദാസിന്റെ ടെക്സ്റ്റ് ബുക്ക് ഓഫ് മെഡിസിൻ്റെ ബുക്കാണ്, വോളിയം 2. ഇതിൽ നമ്മുടെ പാർക്കിൻസൺസിന്റെ ചാപ്റ്ററിൽ ഇതിൽ കാണാം, ചരക ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫിസിഷ്യൻ കോൾഡ് ഇറ്റ് ആസ് കമ്പവാദ ഡിസ്ക്രൈബ്ഡ് ഓൾ ഫീച്ചേഴ്സ് ഇൻ ഡീറ്റെയിൽസ് ആൻഡ് ക്ലാസിഫൈഡ് സോ ബ്യൂട്ടിഫുള്ളി ഇൻ ടു കരോകമ്പം, ശിരോകമ്പം, പാദകമ്പം ആൻഡ് സർവാംഗകമ്പം. ചരകൻ എന്ന് പറയുന്നത് ആയുർവേദത്തിലെ ഒരു പ്രധാന ആചാര്യനാണ്. അദ്ദേഹം ഈ പാർക്കിൻസൺസിനെ കമ്പവാദമായിട്ടാണ് കോറിലേറ്റ് ചെയ്യുന്നത്. കമ്പവാദം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന വിറയൽ. ഇപ്പം ഈ പാർക്കിൻസൺസ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും തന്നെ ഉണ്ടാവുന്ന, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വിറയലാണ്. പ്രധാനമായിട്ടും 3 ലക്ഷണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഇൻവോളണ്ടറി ട്രെമർ, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടാകുന്ന വിറയൽ. അതുപോലെ തന്നെ മന്ദഗതിയിലുള്ള ചലനം. അതുപോലെ തന്നെ പേശികൾക്ക് ഉണ്ടാകുന്ന കാഠിന്യം, റിജിഡ് ആയിട്ട് പോകുന്ന, ടൈറ്റ് ആയിട്ട് പോകുന്ന ഒരവസ്ഥ. ഇത് 3ആണ് പ്രധാനമായിട്ടും പാർക്കിൻസൺസിന്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു പ്രോഗ്രസീവ് ഡിസീസാണ്. പ്രധാനമായിട്ടും ഈ രോഗത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് കള്ളവിരലിനും ചൂണ്ടുവിരലിനും ഉണ്ടാവുന്ന ചെറിയ തരത്തിലുള്ള വിറയലാണ്. അതൊരു 10-20 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫുൾ ബോഡി മൊത്തം വിറയലും അതുപോലെ തന്നെ നമ്മുടെ ചലനങ്ങളെല്ലാം തന്നെ മന്ദഗതിയിലാവുക, പിന്നെ നമ്മുടെ സ്പീച്ച് എല്ലാം മോണോട്ടോണസ് ആവുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്ന ഒരു രോഗാവസ്ഥയാണിത്. പ്രധാനമായും നമ്മുടെ മുഖഭാവങ്ങളെല്ലാം നഷ്ടപ്പെടുക, എല്ലാ ഫേഷ്യൽ എക്സ്പ്രഷൻസും പോവുക, പിന്നെ കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നത് നഷ്ടപ്പെടുക, നമുക്ക് ഭക്ഷണം ഇറക്കുമ്പോൾ അതിൻ്റെ ചലനങ്ങളെല്ലാം വളരെ സ്ലോ ആയിട്ട് പോവുക, സ്റ്റൂപ്പിഡ് പോസ്ചർ, കഴുത്തിങ്ങനെ താത്തി നടക്കുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു പോസ്ചറായിട്ട് മാറുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. സെൻസറി ആയിട്ടുള്ള ലക്ഷണങ്ങളെല്ലാം തന്നെ വളരെ കുറവാണ്. അതുപോലെ തന്നെ അവരുടെ ബുദ്ധിശക്തിയോ ഓർമ്മശക്തിയൊക്കെ തന്നെ ഏതാണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അവരുടെ ചലനത്തെയാണ് ഈ രോഗം ബാധിക്കുന്നത്. മന്ദഗതിയിലുള്ള ചലനം കാലക്രമേണ അത് കൂടി മൂർച്ഛിച്ചു വരുന്നൊരവസ്ഥ. പല കാരണങ്ങൾ കൊണ്ടും ഈ പാർക്കിൻസൺസ് ഉണ്ടാവുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള ഒരു കാരണം ജനറ്റിക്, പാരമ്പര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ഈ അപസ്മാരത്തിന് ദീർഘകാലം മരുന്ന് കഴിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ചില സൈക്കോട്ടിക് ഡ്രഗ്സ്, മാനസിക അസ്വാസ്ഥ്യത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകളിൽ ഈ മരുന്നിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് കൊണ്ട് പാർക്കിൻസൺസ് വരുന്നത് കാണാറുണ്ട്. ചില കീടനാശിനികളിൽ ഈ ട്രൈക്ലോറോ എത്തിലിൻ പോലെയുള്ള ലായകങ്ങൾക്കൊക്കെ എക്സ്പോസ്ഡ് ആവുന്നതൊക്കെ പാർക്കിൻസൺസ് വരാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.